എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ സുഭാഷിതം: കേയോരാണി നഭൂഷയന്തി പുരുഷം ഹാരന്ന ചന്ദ്രോജ്വലാ ന സ്നാനം ന വിലേപനം ന കുസുമം നാലങ്കൃതാമോധജാ വാണ്യേകാസമലങ്കരോതി പുരുഷം യാ സംസ്കൃതാധാര്യതേ ക്ഷീയന്തേ ഖലു ഭൂഷണാനി സതതം വാഗ്ഭൂഷണം ഭൂഷണം. വളരെ പ്രസിദ്ധമായ ഒരു ശ്ലോകമാണിത്. കേയൂരാണി ന ഭൂഷയന്തി. ആഭരണങ്ങൾ ഒരിക്കലും സൗന്ദര്യമാകുന്നില്ല ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം. കുളിയോ കുറിയോ പുഷ്പമോ ധാരാളം ആഭരണങ്ങൾ അണിഞ്ഞതുകൊണ്ടോ ഇതൊന്നും തന്നെ ഭൂഷണമാകുന്നില്ല, അലങ്കാരമാകുന്നില്ല. ഇതൊക്കെ കാലക്രമേണ നശിച്ചു പോകുന്നതാണ്. എന്നാൽ ഏതൊരു വ്യക്തിയാണോ നല്ല സ്വഭാവത്തിലൂടെ നല്ല വാക്കിലൂടെ മുന്നോട്ട് പോകുന്നത്, അതുതന്നെയാണ് ഏറ്റവും ശ്രേഷ്ഠം. നല്ല സ്വഭാവം കൈവരിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കണം. ഈ കാലഘട്ടത്തിൽ ഞാൻ ആദ്യം പറഞ്ഞതായ കാര്യങ്ങൾക്കൊക്കെയാണ് പ്രാധാന്യം ചിലരെങ്കിലും കൊടുക്കുന്നത്. എന്നാൽ അങ്ങനെയല്ല വേണ്ടത് എന്നതാണ് ഈ ഒരു ശ്ലോകം കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വാഗ്ഭൂഷണമാണ് ഏറ്റവും വലിയ ഭൂഷണം. അതായത് വാക്കാകുന്ന ആ ആഭരണമാണ് ഏറ്റവും വലിയ ആഭരണമെന്ന് ഇവിടെ പ്രസ്താവിക്കുകയാണ് കവി. കേയൂരാണി നഭൂഷയന്തി പുരുഷം ഹാരന്ന ചന്ദ്രോജ്വലാ ന സ്നാനം ന വിലേപനം ന കുസുമം നാലങ്കൃതാമോധജാ വാണ്യേകാസമലങ്കരോതി പുരുഷം യാ സംസ്കൃതാധാര്യതേ ക്ഷീയന്തേ ഖലു ഭൂഷണാനി സതതം വാഗ്ഭൂഷണം ഭൂഷണം. നന്ദി, നമസ്കാരം.